ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇങ്ങനെയല്ല നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? ഹലോ ഗൈസ്, സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എൻ്റെ തറവാട്ടിലേക്കാണ്. അത് വേറെ എവിടെയല്ല, ഐക്കിയ. ലെറ്റ്സ് ഗോ ടു ഐക്കിയ. എൻ്റെ തറവാടാണെന്ന് പറയാൻ കാരണം ഈ വീട്ടിലുള്ള 90% ഐറ്റംസും ഞാൻ വാങ്ങിയിരിക്കുന്നത് ഐക്കിയ എന്നാണ്. സോ ലെറ്റ്സ് ഗോ ടു മൈ തറവാട്. അപ്പോൾ ഞാനിന്ന് ഇട്ടിരിക്കുന്നത് ഒരു ക്യൂട്ട് ഒരു വൈറ്റ് ടോപ്പ് ആൻഡ് വിത്ത് ഒരു യെല്ലോ കളർ. എനിക്ക് യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു യെല്ലോ കളർ ഒരു എന്താണെന്നറിയില്ല, ഒരു സാധനം, ഒരു സീത്രൂ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ ലുക്ക് അറ്റ് മൈ ബാഗ്. ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എനിക്ക് ഈ ബാഗ്. സോ ക്യൂട്ട്, എൻ്റെ ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് മൈ ഔട്ട്ഫിറ്റ്. ഇപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ട് പുറത്ത്. പക്ഷേ ഈ മുറിയിൽ എ സി വർക്കാവുന്നില്ല. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം. ഇന്ന് ഞാൻ എൻ്റെ മുടി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ ശരിയായിട്ട് വരില്ല, ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി നമ്മുടെ ഡെഡ് പൂളിനെ ഫ്രണ്ടിലേക്കാക്കി. ദേ ഇവനെ ഇരിക്കുന്നുണ്ടോ ഇപ്പം? ഐക്യ ശരിക്കും നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയാണ്. സോ നടന്നു വരാൻ ദൂരമേ ഉള്ളൂ. പിന്നെ ഇന്ന് സൺഡേ ആയത് കാരണം പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. പാർക്കിങ്ങിലോട്ടൊക്കെ ഫുള്ളാണ്. എല്ലാവരും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക. ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ പാർക്ക് ചെയ്യാലോ എന്ന് ഓർത്ത്. ഫൈനലി നമുക്ക് പാർക്കിംഗ് കിട്ടി. ചേട്ടാ നോക്കൂ, നല്ല യെല്ലോ ചെയർ ഇതല്ലേ, നോക്കൂ. ഇത് ഇവിടെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുണ്ടോ? ഇതാണ് എൻ്റെ ഡൈനിങ് ടേബിൾ ഗൈസ്. നോക്കാം. പച്ചയല്ലേ അല്ലേ? ഇതോ? പാത്രത്തിന്റെ താഴെയുള്ള മനസ്സിലായി. ഓ, അത് എല്ലാം ഇത് മറ്റേ വെച്ചല്ലോ വാങ്ങി, ആപ്പ് വെച്ചല്ലോ വാങ്ങി. ഇതാണ് എൻ്റെ മറ്റേ ഡ്രസ്സിങ്. മേക്കപ്പ് ചെയ്തിട്ടല്ലേ കേട്ടോ ഗൈസ്, കൊള്ളാം. അപ്പുറത്താണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ കാണിച്ചു തരാമേ. കണ്ടാ, ഇവിടെ കുറേ പാവകളുണ്ട്. പിള്ളേർക്കാണ്. പിന്നെ അതിനെ പിള്ളേർക്കൊന്നും ഇല്ല ഇവിടെ. നോക്കി ഒന്ന് സാധനം കിട്ടി. ഇത് കുറച്ച് ഭയങ്കര വലുതല്ലേ? ഏതോ ഇത് പക്ഷെ ഭയങ്കര ഇതാണ്. എനിക്കിതാ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട സാധനം. സാരമില്ല, പോരെ, എനിക്കിത് മതി. നമ്മൾ ഇത് ഈ ബാസ്കറ്റ് അതുകൊണ്ട് അതിനത്ര 29 എന്തോ. നമ്മളത് ഈ ഇത് എടുക്കുന്ന ലോണ്ട്രി ബാഗ് എടുക്കുന്നുണ്ട്. ഇതിൽ ആൾക്കാർ റിട്ടേൺ ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് പിന്നെ വാങ്ങാവേ. അതാണിത്. ഇതിനെന്താ പറയുന്നത്? ഇതൊക്കെ ഓരോ ആൾക്കാർ റിട്ടേൺ ചെയ്തേക്കുന്ന സാധനങ്ങളാണ്. എന്താ ഇത്? ഇനി വരുമ്പോൾ
അതൊന്നുമല്ല. ഗ്ലാസ് ഒക്കെ ഉണ്ട്, ഗ്ലാസ്സിനൊക്കെ $2. നൈഫ് ഷാർപ്പനർ, നൈഫ് ഷാർപ്പൻ ചെയ്യുന്ന. ഓ ഇതെന്താ $10. ഇത് ഡുവറ്റ് കവർ അങ്ങനെ $10. അപ്പോൾ ഈ ഒരു ചെറിയ ബാസ്ക്കറ്റ് മാത്രം വാങ്ങാനാണ് വന്നത്. ഇനി നമുക്ക് തിരിച്ചു പോവാം. പ്ലസ് ടാക്സ് $19. മറ്റേ സാധനം ഫുൾ ചാർജും വാങ്ങി വെക്കണം. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഒരു അടപ്പം കൊണ്ട് ഒരു എക്സ്ട്രായും കൂടെ വേണമെങ്കിൽ വാങ്ങാം. ഓക്കെ, സോ ഇതിന് ശരിക്കും $14 അല്ലായിരുന്നു, $16 ആയിരുന്നു ഈ ലോണ്ട്രി ബാഗിന്. എന്തായാലും നമ്മൾ വാങ്ങി വീട്ടിൽ പോവാ. നമ്മൾ ഐക്യയുടെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഒരു സാരി നോക്കാനാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് സാരി ഇതുവരെയും വാങ്ങിയിട്ടില്ല. നാട്ടിൽ നിന്നാണ് സാരിയൊക്കെ വാങ്ങിക്കൊണ്ട് വരാറുള്ളത്. സോ നമ്മളിവിടെ ഒരു ഷോപ്പുണ്ട്, ഒരു തമിഴ് സ്റ്റോറുണ്ട്, അവിടെ പോകാൻ പോകുന്നത് സാരി നോക്കാൻ വേണ്ടി. മുടി ഇത് കൊള്ളാം. സോ അങ്ങനെ സാരി വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. സോ ഐ ഫൈനലി ഗോട്ട് മൈ സാരി. ഓ ഐ റിയലി ലവ് ദാറ്റ് കളർ. ഭയങ്കര പ്രിറ്റി കളറായിരുന്നു. അവിടെ ആണെങ്കിൽ കുറേ സാരീസ് ഉണ്ടായിരുന്നു. ഭയങ്കര കാഞ്ചീപുരം. എനിക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല സാരിയൊക്കെ കണ്ടിട്ട്. ഒരു അടിപൊളി സാരി കണ്ടു, ഒരു യെല്ലോ ആൻഡ് ഗ്രീന്. അതാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല കിടു ഭംഗി. പക്ഷേ അതിൽ ഫുള്ള് ചെളിയായിരുന്നു. സോ അത് കാരണം ആ പുള്ളി കുറച്ച് പൈസക്കൊക്കെ തരാമെന്നും പറഞ്ഞല്ലേ. പക്ഷേ എങ്കിൽ ചെളിയൊക്കെ ഉള്ളത് കാരണം പിന്നെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് തോന്നൂലേ എന്ന് വിചാരിച്ച് വാങ്ങിയില്ല. Finally we are home.